ലിവർപൂളിൽ എന്താണ് സംഭവിക്കുന്നത്? ഫുട്ബോൾ ലോകത്ത് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നുള്ള ലിവർപൂളിന്റെ തിരിച്ചടികൾ. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 2 കിരീടങ്ങൾ നഷ്ടമായി. ഇനിയിപ്പോൾ ആകെയുള്ള ഒരു പ്രതീക്ഷ പ്രീമിയർ ലീഗിൽ മാത്രമാണ്. അപ്പൊ പ്രീമിയർ ലീഗിലെ സാധ്യതകളെയും ഈ ഒരു മോശം പെർഫോമൻസ്, പെട്ടെന്നുണ്ടായ ഒരു മോശം പെർഫോമൻസ്, ഒരു ഡിപ്പ് ബാധിക്കുമോ എന്നുള്ളതാണ് ഇപ്പം ആരാധകരൊക്കെ ആശങ്കയായിട്ട് ഇങ്ങനെ കാണുന്നത്. പക്ഷെ ലിവർപൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിലവിൽ അവർക്ക് 12 പോയിന്റിന്റെ ലീഡ് ഉണ്ട്. അപ്പൊ ഇനി 9 മത്സരങ്ങളാണ് പ്രീമിയർ ലീഗിൽ അവശേഷിക്കുന്നത്. ഇനിയിപ്പോൾ എല്ലാ ഫോക്കസും ലിവർപൂളിന് പ്രീമിയർ ലീഗിലേക്ക് മാറ്റാൻ സാധിക്കും. കാരണം ബാക്കിയുള്ള എല്ലാ ടൂർണമെന്റുകളിൽ നിന്നും പുറത്തായി കഴിഞ്ഞു. അപ്പൊ ആർസണലുമായിട്ട് 12 പോയിന്റിന്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അത് തന്നെയാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ലിവർപൂളിനുള്ള ഒരു കാര്യം. കാരണം ഈ ഒരു തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. സീസണിന്റെ തുടക്കത്തിൽ മികച്ച രീതിയിൽ കളിക്കുന്നു, ആധികാരികമായി കളിക്കുന്നു. പക്ഷെ അതിനുശേഷം ഇപ്പം ഒരാഴ്ചക്കിടെ ഉണ്ടായ തിരിച്ചടികൾ അതൊരു വലിയ ആഘാതം തന്നെയാണ് ടീമിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് PSG-ക്കെതിരെ 2 ലെഗുകളിലും മോശം പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. അങ്ങനെ അവസാനം പ്രീ ക്വാർട്ടറിൽ പുറത്തു പോകുന്നു. പിന്നെ അതിനുശേഷം കരബാവോ കപ്പിൽ ഫൈനലിൽ ന്യൂകാസിലിനോട് അടിതെറ്റുന്നു. അത് കാര്യമായിട്ട് ടീമിന്റെ ഭാഗത്തു നിന്ന് ഒരു പോരാട്ട വീര്യമൊന്നും ഇല്ലാതെ ഏതാണ്ട് ഒരു ഏകപക്ഷീയമായ രീതിയിലുള്ള എതിരാളികളുടെ ഒരു മത്സരം എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നു. അപ്പം പ്രത്യേകിച്ച് PSG-ക്കെതിരെയുള്ള ആദ്യ ലെഗിലെ മത്സരം കാണുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും ലിവർപൂളിന്റെ പ്രശ്നങ്ങൾ കറക്റ്റായിട്ട് എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്ലേ ആയിരുന്നു PSG നടത്തിയത്. ആ മത്സരം ഭാഗ്യത്തിന് ലിവർപൂൾ ജയിച്ചെങ്കിൽ പോലും അതിൽ ശരിക്കും ലിവർപൂളിനെ ഔട്ട്പ്ലേ ചെയ്യാൻ PSG-ക്ക് സാധിച്ചിരുന്നു. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു ചില അലാമിംഗ് ആയുള്ള സിറ്റുവേഷൻ ഉണ്ട്. കാരണം ഈ പ്ലെയേഴ്സ് ഒക്കെ കുറച്ച് എക്സോസ്റ്റഡ് ആണ്. ഇപ്പം മുഹമ്മദ് സലിയെ മുന്നേറ്റ നിരയിൽ പൂട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗ്രാവൻബെർച്ചിനെ പൂട്ടുകയാണെങ്കിൽ, മിഡ്ഫീൽഡിൽ അദ്ദേഹത്തെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ലിവർപൂളിന്റെ ആ ഒരു സ്വതസിദ്ധമായ കളി നഷ്ടപ്പെടും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. 2ാം ലെഗിലാണെങ്കിലും PSG അത് തുടർന്നു. അവരങ്ങനെ അവസാനം പെനൽറ്റി ഷൂട്ടൗട്ടിലാണെങ്കിൽ അവർക്ക് വിജയിക്കാൻ സാധിച്ചു. പിന്നെ ഇപ്പം കരബാവ് കപ്പിൽ ന്യൂകാസിൽ എങ്ങനെയാണ് ലിവർപൂളിനെ തോൽപ്പിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പം ലിവർപൂൾ കുറച്ചൊക്കെ ഒന്ന് എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. അപ്പം അതൊരു ചെറിയൊരു അലാമിംഗ് ആയുള്ള കാര്യം തന്നെയാണ്. കാരണം ഇനിയിപ്പോൾ പ്രീമിയർ ലീഗിലാണെങ്കിലും അത്ര എളുപ്പമുള്ള മത്സരങ്ങളല്ല. നിലവിൽ അഡ്വാൻറ്റേജ് ഉണ്ട്, 12 പോയിന്റിന്റെ ലീഡ് ഉണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും ഇനി വരുന്ന മത്സരങ്ങൾ അത്ര സിമ്പിളായുള്ള മത്സരങ്ങളല്ല. നമുക്കിപ്പോഴത്തെ ഒരു ഫോം വെച്ച് പറയുകയാണെങ്കിൽ ലെസ്റ്ററിനെതിരെയുള്ള മത്സരം ഓക്കെ, സിമ്പിളായിട്ട് ലിവർപൂളിന് വിജയിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ മറ്റു മത്സരങ്ങളൊക്കെ നല്ലൊരു ഒരു കോൺടെസ്റ്റ് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെസ്റ്റ് ഹാം ആണെങ്കിലും എവർട്ടൺ ആണെങ്കിലും ഇപ്പോൾ കുറച്ചൊക്കെ ഒന്ന് തിരിച്ച് അവരുടെ ഒരു ഫോമൊക്കെ റീഗെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന ടീമുകളാണ്. പിന്നെ ചെൽസി ഉണ്ട്, ആർസണലുണ്ട്, ടോട്ടൻഹാം ഉണ്ട് എതിരാളികളായിട്ട്, പിന്നെ ബ്രൈറ്റണും ഉണ്ട്. അപ്പം അത്യാവശ്യം നല്ല ഒരു ഫൈറ്റ് തന്നെയായിരിക്കും ലിവർപൂളിനെ കാത്തിരിക്കുന്നത്. ഇനിയുള്ള 9 മത്സരങ്ങളിൽ നിന്ന് 16 പോയിന്റുകൾ എങ്കിലും നേടിയാൽ ലിവർപൂളിന് കിരീടം ഉറപ്പിക്കാൻ സാധിക്കും. ഒരു 4-5 മത്സരങ്ങൾ വിജയിച്ചാൽ ലിവർപൂളിന് പ്രീമിയർ ലീഗ് കിരീടം സീൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം ഈ ഒരു തിരിച്ചടികളിൽ നിന്ന് എത്രയും വേഗം ഉയർത്തെഴുന്നേറ്റ് മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യം ലിവർപൂളിനുണ്ട്. പിന്നെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷമാണ് ലിവർപൂൾ ഇനി പ്രീമിയർ ലീഗിൽ ഇറങ്ങാൻ പോകുന്നത്, എവർട്ടനെതിരെ മെർസിസൈഡ് ഡെർബി. അപ്പം അതൊരു ഒരർത്ഥത്തിൽ അതൊരു ഗുണമാണ്. ചില കാര്യങ്ങൾ നോക്കാൻ അതൊരു ദോഷമാണ്. കാരണം ഈ പല താരങ്ങളും ലിവർപൂളിന്റെ ഇന്റർനാഷണൽ ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ അവരൊന്നും കൂടെ എക്സോസ്റ്റഡ് ആവുമോ എന്നുള്ള ഒരു പേടിയുണ്ട്. അതിനൊപ്പം തന്നെ ഒരു ഫ്രഷ് സ്റ്റാർട്ട്, കാരണം ആ ഒരു സെറ്റ് ബാക്കിൽ നിന്ന് ഒന്ന് മോചിതരാവുള്ള ഒരു സമയം താരങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. പിന്നെ അർനെ സ്ലോട്ടിനെതിരെ ഇപ്പം ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് അദ്ദേഹം ടീമിനെ വേണ്ടത്ര രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ലിവർപൂളിന്റെ ഒരു 8-9 താരങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റാർട്ടിംഗ് ലെവലിൽ. അത് ഏത് ടൂർണമെന്റ് ആണെങ്കിലും, FA കപ്പ് ആണെങ്കിലും, അല്ലെങ്കിൽ കരബാവോ കപ്പ്, ചാമ്പ്യൻസ് ലീഗ്, പിന്നെ പ്രീമിയർ ലീഗിലാണെങ്കിലും ഇവരെല്ലാം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അത് താരങ്ങളെ കുറച്ചൊന്ന് എക്സോസ്റ്റഡ് ആക്കിയിട്ടുണ്ട് എന്നുള്ളൊരു വാദം വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അതൊരു പോയിന്റ് ആണെന്ന് തോന്നുന്നു. കാരണം ടീമിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നതിൽ പൊതുവെ സ്ലോട്ട് ഒരു വിമുഖത പ്രകടമാക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് അതിനൊരു വാദം ഉണ്ടാവും. കാരണം ആ ഒരു മൊമെന്റം കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുക, അത് നഷ്ടപ്പെടുത്താൻ സ്ലോട്ട് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. കാരണം അദ്ദേഹത്തിന്റെ ആദ്യത്തെ സീസണാണ്. ഇത്രയും മികച്ച ഒരു തുടക്കം ഈ സീസണിൽ ലഭിച്ചു, ഡ്രീം റൺ തുടരുന്നു. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു മൊമെന്റം നഷ്ടപ്പെടുത്താൻ അദ്ദേഹം തയ്യാറാകില്ല, അത് സ്വാഭാവികമാണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും നല്ല ടാലന്റുകളെ വേണ്ടത്ര രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ, ബെഞ്ചിനെ വേണ്ടത്ര രീതിയിൽ ആശ്രയിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. പ്രത്യേകിച്ച് വാത്താരു, എൻഡോ, പിന്നെ കിയേസ, ഇവരെല്ലാം മികച്ച പെർഫോമേഴ്സ് ആണ്. അപ്പം അവരെയൊക്കെ ഇടയ്ക്കെങ്കിലും ഒന്ന് ഉപയോഗിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. ഹാർവി എലിയട്ടിനെ ആണെങ്കിലും വേണ്ടത്ര രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. പിന്നെ റൊട്ടേഷൻ, സിമിക്കാസിനൊക്കെ ഇടയ്ക്ക് ഇറക്കാനും ഒന്നും അദ്ദേഹം വേണ്ടത്ര രീതിയിൽ തയ്യാറാകുന്നില്ല. അപ്പൊ ഇത് ടീമിനെ ഒന്ന് എക്സോസ്റ്റഡ് ആക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം ഒരു പരിധിവരെ ശരിയാണെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പം ഗ്രാവൻബെർച്ചിനെയൊക്കെ അദ്ദേഹം തുടർച്ചയായിട്ട് ഇങ്ങനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുക. ഗ്രാവൻബെർച്ച് മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയറാണ്. പക്ഷേ സമീപകാലത്ത് അല്ലെങ്കിൽ ഒരു
മൂന്നോ നാലോ മത്സരങ്ങളായിട്ട് അദ്ദേഹത്തിന് ആ ഒരു പഴയ ഒരു പ്രഭാവം പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല. അപ്പം മറ്റു ഓപ്ഷൻസിലേക്ക് അദ്ദേഹം പോകുന്നില്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. അപ്പം പെട്ടെന്ന് തന്നെ ലിവർപൂൾ എക്സ്പോസ് ആവും ഈ ഒരു സാഹചര്യത്തിൽ എന്നുള്ള ഒരു വാദമാണ്. അതൊരു പരിധിവരെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തുടർച്ചയായിട്ടുള്ള പരാജയങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ലിവർപൂളിനെ സംബന്ധിച്ച് എത്രയും വേഗം ഉയർത്തെഴുന്നേറ്റ് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു സീസണിൽ ഇപ്പം മാഞ്ചസ്റ്റർ സിറ്റിയാണ് ലിവർപൂൾ തൊട്ട് പിന്നിൽ ഉള്ളതെങ്കിൽ, അതായത് ആ ഒരു പഴയ സിറ്റി, ഇപ്പോഴത്തെ സിറ്റി അല്ല, കഴിഞ്ഞ സീസണിലേക്ക് സിറ്റി ആണെങ്കിൽ ലിവർപൂളിന് കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവില്ല. കാരണം ആ രീതിയിൽ സിറ്റിക്ക് തിരിച്ചു വരാനുള്ള ഒരു കപ്പാസിറ്റി ഒക്കെ ഉണ്ട്, നമ്മളത് കണ്ടതാണ്. പ്രത്യേകിച്ച് മാർച്ച് മാസം ആകുമ്പോൾ ലിവർപൂളിന് സംഭവിക്കുന്ന ആ ഒരു ബോട്ടിലിംഗ് ഒക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ ആസനിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ മുന്നേറ്റ നിരയിലെ പ്രോബ്ലം, താരങ്ങളുടെ പരിക്ക്, സാക്കയൊക്കെ തിരിച്ചെത്തി അവരൊന്ന് സെറ്റ് ആവാൻ ഇനിയും സമയം പിടിക്കും. പിന്നെ ഇടയ്ക്ക് പോയിന്റുകൾ ഇങ്ങനെ ആസനിൽ ഡ്രോപ്പ് ചെയ്തത് ലിവർപൂളിന് വളരെ കാര്യങ്ങൾ എളുപ്പമാക്കി എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ്. അപ്പം ആസനിൽ മാക്സിമം ട്രൈ ചെയ്യുന്നതാണ് ആർട്ടേറ്റ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും കിരീടം എന്ന് പറയുന്ന പ്രീമിയർ ലീഗ് കിരീടം എന്നുള്ള ഒരു സ്വപ്നം ഉപേക്ഷിച്ചിട്ടില്ല ഈ സീസണിൽ. എല്ലാ മത്സരങ്ങളും വിജയിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ എന്തായാലും ലിവർപൂളിന് കാര്യങ്ങൾ എളുപ്പമല്ല. നിലവിലെ സാഹചര്യത്തിൽ ഒരു 75% ലിവർപൂളിന് തന്നെയാണ് കിരീട സാധ്യത പ്രീമിയർ ലീഗിൽ. അത്ഭുതങ്ങൾ സംഭവിക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ സ്റ്റിൽ ഇനി ലിവർപൂളിന് ഒരു ആലസ്യത്തിലേക്ക് പോകാതെ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു തിരിച്ചറിവിലേക്ക് ലിവർപൂൾ എത്തും എന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ലിവർപൂളിന് ഈ ഒരു സീസണിൽ പ്രീമിയർ ലീഗ് കിരീടം നേടാൻ, അതായത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നേടാൻ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു അവസാന നിമിഷം ഈ തിരിച്ചടികൾ വലിയൊരു പ്രശ്നമായിട്ട് മാറുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ.